എനിക്ക് 72 വയസ്സായി. എൻ്റെ ഭർത്താവ് മരിച്ചു പോയിട്ട് 28 വർഷമായി. 2 മക്കളുണ്ട്. 2 പേർക്കും വയ്യാതെ കിടപ്പയിലേക്ക് താവനം തളർന്ന് കിടക്കുക. ഞാൻ ആരുടെയെങ്കിലും വീട്ടിൽ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്ത് അതിൽ കിട്ടുന്നത് പങ്കുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കി അവരുടെ മൂത്രവും മലവും എല്ലാം എടുത്ത് കിടക്കുക. പക്ഷേ ഇപ്പൊ എനിക്കത് ചെയ്യാൻ വയ്യാതെ വരുക. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അവരെ നോക്കണം. ഒരു നിവൃത്തിയില്ലാത്ത ജീവിതം. ഞങ്ങളുടെ ഒരു കുഞ്ഞിൻ്റെ കാല് ഓപ്പറേഷൻ ചെയ്ത് കമ്പി ഇട്ട് 2003 ഇതുവരെ കമ്പി എടുത്തിട്ടില്ല. എടുക്കാനുള്ള നിവൃത്തിയില്ല. പിന്നെ അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാം മനസ്സ് തോന്നി ഞങ്ങൾക്ക് സഹായിക്കണം ഞങ്ങളെ. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മണ്ണൂരാണ്. മണ്ണൂർ 9-ാം വാർഡിൽ. ഈ അമ്മയുടെ 2 മക്കളും അരയ്ക്ക് താഴോട്ട് തളർന്ന് കിടപ്പ് രോഗികളാണ്. ഈ 2 മക്കളെയും നോക്കുന്നത് ഈ അമ്മയാണ്. നാട്ടുകാരുടെയൊക്കെ ചെറിയ സഹായം കൊണ്ടാണ് ഇവർ ജീവിക്കുന്നത്. മകൻ്റെ അവസ്ഥ നിങ്ങൾ കാണുക. 2 കാലുകളും കമ്പി ഇട്ടേക്കാണ്. ഈ കമ്പി എടുത്ത് മാറ്റാൻ ഈ അമ്മയുടെ കയ്യിൽ പൈസ ഇല്ലാത്തത് കാരണം ആ കമ്പി അവിടെ കിടന്ന് ഇൻഫെക്ഷനായിട്ട് 2 കാലും പഴുത്ത് പൊട്ടി വ്രണമായിരിക്കുന്ന ഒരവസ്ഥയാണിത്. ഇത് നിങ്ങൾ കാണുക. ഈ അമ്മയുടെ ഈ മോൻ കിടപ്പിലായിട്ട് വർഷങ്ങളേറെയായി. ഈ 2 മക്കളെയും ഈ അമ്മ വീട് വിടാന്തരം പോയി പാത്രങ്ങൾ കഴുകിയൊക്കെയാണ് ഈ മക്കളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ അമ്മയ്ക്കിപ്പോൾ കൂലിപ്പണിക്ക് പോകാനുള്ള ആരോഗ്യമില്ല. 72 വയസ്സായി. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സന്മനസ്സുള്ള, സഹായിക്കാൻ മനസ്സുള്ള നല്ലവരായ നിങ്ങൾ ഒരു 10 രൂപ വെച്ചെങ്കിലും ഇവരെ ഒന്ന് സഹായിച്ചു കഴിഞ്ഞാൽ അതിവർക്ക് വലിയൊരു ആശ്വാസമാവും. എനിക്ക് കൂലിപ്പണിക്ക് പോകാനുള്ള ആരോഗ്യമില്ല. എനിക്ക് മരിച്ച് ഒരു നിവൃത്തിയില്ലാന്നോ മരിക്കാന്നുള്ള ഇതേ ഉള്ളൂ. എനിക്കല്ലാതെ എനിക്ക് ഒരു നിവൃത്തിയില്ല. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചോ എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കാൻ എനിക്ക് ആരുമില്ല. അങ്ങനെ ഒരു മനപ്രയാസമുണ്ട് എനിക്ക്. എൻ്റെ കുഞ്ഞുങ്ങളെ ഒന്ന് ആശുപത്രി കൊണ്ടുപോകാൻ ഒരു വണ്ടി പോലും വിളിച്ചാൽ കയറിയത്. എൻ്റെ കുഞ്ഞുങ്ങളുടെ മൂത്രം വണ്ടിയിൽ വീഴുമെന്നും പറഞ്ഞ് ഒരു വണ്ടി പോലും ഞങ്ങൾക്ക് തരാൻ വിടാൻ ഭയങ്കര മടിയാണ് അവർക്ക്. അമ്മയുടെ മോൻ ഇങ്ങനെ കിടപ്പിലായിട്ട് എത്ര വർഷമായി? മക്കളെ 2003 കിടപ്പിലായത്. അതിനുശേഷം ഈ മക്കളെ 2 പേരെ മോക്ക് എന്ത് പറ്റിയതാണ് അമ്മേ? മോളും വീണത് അവൾക്ക് നട്ടലിനാ കുഴപ്പം. 2 പേരും നടക്കത്തില്ലല്ലേ? നടക്കില്ല മക്കളെ, 2 പേരും നടക്കത്തില്ല. എൻ്റെ കുഞ്ഞിൻ്റെ കാല് വയ്യാൻ എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പോലും കമ്പി എടുക്കാൻ പോലും എനിക്ക് നിവർത്തിയില്ല. ഞാനിങ്ങനെ എനിക്ക് സുഖമില്ല. എനിക്കും സുഖമില്ല. എനിക്ക് ജോലിക്ക് പോകാനും വയ്യ. എൻ്റെ ഈ കുഞ്ഞുങ്ങളെ എനിക്ക് നോക്കാനും വയ്യ. എനിക്ക് എന്തെങ്കിലും ഒരു ഇത് വന്നാൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആരുമില്ല. ഈ അമ്മയുടെ മകളാണ്. ഈ മകളുടെയും 2 കാലും അരയ്ക്ക് താഴോട്ട് തളർന്നിരിക്കുന്ന അവസ്ഥയാണ്. ഇവർക്ക് ഇനി നമ്മളല്ലാതെ മറ്റൊരു സഹായവുമില്ല. ശിവനാണ്. എനിക്ക് 40 വയസ്സുണ്ട്. 22 വയസ്സുള്ള അമ്മയ്ക്ക് വയ്യാത്ത രോഗിയാണ്. ഞങ്ങൾ 2 പേരും, ഞാനും എൻ്റെ അനിയനെ തളർന്ന് കിടക്കുക. എനിക്ക് തളർന്ന് കിടക്കുകയാണ്. അമ്മയാണ് ഞങ്ങൾ നോക്കുന്നത്. ജോലി എല്ലാ വീട്ടിലും പോയി ജോലി ചെയ്ത് വന്നാൽ ഞങ്ങൾക്ക് കൊണ്ടു തരുന്നത്. ഞങ്ങളുടെ മലമൂത്രം എല്ലാം അമ്മ തന്നെ എടുക്കുന്നത്. ഞങ്ങൾക്ക് എഴുന്നേൽക്കാനോ ഒന്നും പറ്റത്തില്ല. അത് ആഹാരത്തിന് പോലും നിവർത്താത്ത അവസ്ഥയാണ്. ആരെങ്കിലും ഞങ്ങളെ സഹായിക്കണം. നമ്മൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നിങ്ങളെ സഹായിക്കും കേട്ടോ. അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. അമ്മയുടെ പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം പെട്ടെന്ന് തന്നെ തീരും. അമ്മ വിഷമിക്കണ്ട, കരയണ്ട കേട്ടോ.